വയനാട് പുത്തുമലയിൽ മാലിന്യം കൊണ്ടിടാൻ എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത സ്ഥലത്തിനടുത്താണ് ലോറി തടഞ്ഞത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത്. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, നമുക്കറിയാം പുത്തുമല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മലയാളിക്കും മറക്കാൻ കഴിയാത്തൊരു സ്ഥലമാണ്. കാരണം വയനാട് ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലം, അവിടെ ദുരിതത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ അതിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത സ്ഥലം കൂടിയാണത്. അവിടേക്ക് ഇത്തരത്തിൽ മാലിന്യവുമായി എത്തിയവർക്കെതിരെ, ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായത്? പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ? പറഞ്ഞതുപോലെ തന്നെ പുത്തുമലയിൽ ചൂരമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ മരണപ്പെട്ട ആളുകളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം പുത്തുമല എന്ന് പറയുന്നത്. ഈ അടക്കം ചെയ്ത മണ്ണിന്റെ തൊട്ട് മുകളിൽ, അതായത് ഏകദേശം 50 മീറ്ററിനോളം അത്രത്തോളം അടുത്താണ് ഈ മാലിന്യങ്ങൾ അവിടെ നിഷേധിക്കാൻ ഒരുങ്ങിയത്. ആ സമയത്താണ് നാട്ടുകാർ എത്തുകയും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന ഇവരെ തടയുകയും ചെയ്തത്. 2 വണ്ടികളിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കക്കൂസ് മാലിന്യങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 2 ലോറിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അവർ തട്ടുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നാട്ടുകാർ ഇടപെട്ടു. പിന്നീട് അത് പോലീസിനെ അറിയിച്ചെങ്കിലും വലിയ രീതിയിൽ പോലീസ് ഇത് കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ ഇവരോട് പറയുന്നത് ഇതിലൊരു കോൺഗ്രസ് നേതാവ് അടക്കം ഉൾപ്പെട്ടിരുന്നു. കമ്പളക്കാടുള്ള ഒരു കോൺഗ്രസ് നേതാവ് അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല. കമ്പളക്കാട് പോലീസ് അടക്കം ഇതിന് വിമുഖത കാണിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ലോറി ഡ്രൈവർമാർ, അതായത് ഈ 2 ലോറിയുടെ ഡ്രൈവർമാർ ഇന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരെ എവിടെയാണെന്ന് കൂടി പോലീസ് പറയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനകത്തിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനാണ് ഒരുങ്ങുന്നത് ഇവിടെയുള്ള നാട്ടുകാർ. വലിയ രീതിയിൽ തന്നെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ലോറികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അടക്കമുള്ളത് നാട്ടുകാർ പറയുന്നു. ദേവിക. ശരി അർജുൻ.